ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇന്നിപ്പോൾ കുറേ ആളുകൾ കമൻറ്റിൽ ഇട്ടിക്കണു, പിന്നെ കുറേ ആളുകൾ മെസ്സേജ് അയച്ചിക്കണു. വേറൊന്നുമല്ല, ആരിഫ് ഹുസൈൻ്റെ ഉമ്മ മരിച്ചില്ലേ, എന്താ ഷെരീഫ് അറിഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഒന്നും വീഡിയോസ് ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോൾ ആകെ അവൻ്റെ ഒരു പോസ്റ്റ് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ കണ്ടത്. അത് ഇങ്ങനെയാണ് പോസ്റ്റ്: ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികള്. ഒരു ഉമ്മ മരിച്ചതറിഞ്ഞിട്ട് ഒരു മോട്ട പോസ്റ്റാണ്. സത്യത്തില് ഈ ഉമ്മ മരിച്ചത് എന്ന് കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു മരണവാർത്ത കേട്ടിട്ട് സന്തോഷിക്കാൻ മാത്രം എന്ത് കൽബാണ് നിന്റെ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിന് എന്തിനാണ് ആ ഉമ്മാനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഞാൻ ആ ഉമ്മാനെ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഇനിയോട്ട് പറയാനും പോകുന്നില്ല. കാരണം എന്താ അറിയോ, ആ ഉമ്മ നല്ല ദീനിയായ ഒരു ഉമ്മയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് അവര് ജീവിച്ചിരുന്നപ്പോൾ, ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നപ്പോൾ പോലും അവനെ അടുത്തേക്ക് അണപ്പിക്കാതിരുന്നത്. അവൻ പല വഴികളും നോക്കിക്കണു. അതൊക്കെ എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആ ഉമ്മ എതിർത്തിട്ട് ആ മകനുമായിട്ട് ഉമ്മ പോരാടിയിട്ടുണ്ട്. എന്തിന്? അഭിമാനത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഉമ്മ ഒരു തെറ്റുകാരി അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ആ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലാർക്കും ഇവിടെ ഒരു സംശയവുമില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ആ ഉമ്മ മരിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്ന് പറഞ്ഞത് അറിയോ? ആ ഉമ്മ ആഗ്രഹിച്ചിരുന്ന അതാണ്. ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാൻ ആ ഉമ്മാക്ക് പൂതിയുണ്ട് എന്നുള്ളത് ആ ഉമ്മാനെ അറിയുന്ന ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് അത്. പ്രത്യേകിച്ചിട്ട് ഇസ്ലാം ചട്ടത്തോട് ജീവിക്കുന്ന ആ ഉമ്മാക്ക് സ്വന്തം മോനെന്നെ ഇസ്ലാമിനെ ഇത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ ഇത്രയും മോശമാക്കിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർക്കു വേണമെങ്കിലും എന്തും പറയാം. പക്ഷെ ഒരു ഉമ്മാക്കൊരു ലിമിറ്റ് ഉണ്ട്. ഉമ്മ അവനെ വെറുക്കുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, എല്ലാം ഉമ്മ പബ്ലിക്കിൽ തന്നെ പറഞ്ഞേക്കണു. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഞാൻ പ്രസവിച്ച എൻ്റെ മോനാണല്ലോ ഇത്തരം വൃത്തികേടുകൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. സമൂഹത്തിൽ എല്ലാവരും, സമൂഹത്തിനെയും മതത്തെയും ജനങ്ങളെയും മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക അധപ്പതിച്ച ജീവിതം ജീവിക്കുന്നത് ഞാൻ പ്രസവിച്ച ഒരു മോനാണ് എന്ന് ആ ഉമ്മ വിചാരിച്ച് നീറി അവസാനം ഉമ്മ യാത്രയായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ ഉമ്മ മരിച്ചതിൽ എനിക്ക് സന്തോഷമാണെന്ന്. കാരണം എന്താ അറിയോ, ഇനി അതിന് വേദനകളില്ലല്ലോ. മനസ്സിലായോ? ഇത് അതിൻ്റെത് കഴിഞ്ഞു. ഇനി നമുക്ക് ആരിഫിന്റെ കുറച്ച് കാര്യങ്ങൾ ഉടനെ കാണാം. കാരണം എന്താ അറിയോ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഉമ്മയുള്ളോളം കാലം എവനിക്കും ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് നിൽക്കുക. കാരണം എന്താ അറിയോ, ആ ഉമ്മാടെ ഒരു പ്രാർത്ഥനയും ആ ഉമ്മാടെ ഒരു വേദനയും പടച്ചോൻ കാണും. അത് ഇസ്ലാമിന്റെ ഒരു നിയമം മാത്രമല്ല, എല്ലാത്തിലും. അത് അമ്മയായാലും മമ്മിയായാലും ആരായാലും ശരി, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, മാതാവെന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ദൈവം ഒരേപോലെയാണ്. അതിൽ ഇസ്ലാമിൽ അങ്ങനെ, ഹിന്ദുവിൽ ഇങ്ങനെ, ക്രിസ്ത്യാനിൽ ഇങ്ങനെ എന്നല്ല. അമ്മ, ഉമ്മ ഇതൊക്കെ അത്രയും പ്രാധാന്യം കൊടുത്തതാ. അവരെ വെറുപ്പിച്ചിട്ട് നീ എന്ത് കാണിച്ചോ? അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഏത് ബുർജ് ഖലീഫയുടെ മുകളിൽ കയറിയിട്ട് എങ്ങനെ ഡാൻസ് കളിച്ചാലും അവരുടെ ഒരു മനസ്സിന്റെ വേദന നിന്റെ സൃഷ്ടാവ് കണ്ടിട്ട് നിനക്ക് കുറെ പരിഗണനകൾ തരും. എന്തിനറിയോ? കുറെ വിട്ടുവീഴ്ചകൾ. അവരില്ലാത്ത ഈ ലോകത്ത് നീ ഒന്ന് ജീവിച്ചു നോക്കൊണ്ടും അപ്പോ നിനക്കതിന്റെ ഡിഫറൻറ്റ് അറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ആ ഉമ്മയും ഇല്ല, പടച്ചോൻ ആ ഉമ്മയുടെ വേദനയും കാണേണ്ട കാര്യമില്ല. ഇനി ആരിഫിന്റെ കാര്യങ്ങളിൽ പലതും നമുക്ക് പല തരത്തിൽ നമുക്ക് കാണാം. ആരിഫ് വിചാരിക്കണ വേറെ ഒന്നുമല്ല. എന്തറിയോ, ഖുർആന്റെ 2 ആയത്ത് എടുത്തിട്ട് അതാണ് ഓതുക. കാരണം മുമ്പ് മുസ്ലിം മതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാകൊണ്ട് അവർക്ക് ഖുർആന് ഓതാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അവൻ ആ 2 വരി ഓതും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനൊരു തെറ്റായ അർത്ഥം വെക്കും. ഇത് കേൾക്കുന്ന സംഘികൾക്കും കൃസംഘികൾക്കും അതുപോലെ തന്നെ നിരീശ്വരവാദികൾക്കും എല്ലാവർക്കും റീച്ച് ഉണ്ടാക്കാനും സന്തോഷിക്കാനും ആരിഫിനൊരു വകയാണുണ്ട്. പക്ഷെ ആരിഫിന്റെ എത്ര കാലത്തെ ക്ലാസ് കൊണ്ട് ഒരാളെങ്കിലും സത്യം മനസ്സിലാക്കി ഞാൻ ആരിഫിന്റെ പുറകെ കൂടി ഞാൻ ഇസ്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? അവന്റെ ഫോൺ കോളിന്റെ കാര്യമല്ല. അവന്റെ ഫോൺ കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങ സോഡ വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നതെല്ലാം പറയാൻ റെഡി ആയിട്ടുള്ള സംഘികള് അവന്റെ കൂടെ തന്നെ ഉണ്ട്. ഓരോരുത്തരും അവന്റെ ഫോണിക്കൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇന്നെ മോലിയരാണ്, മൊല്ലാക്കയാണെന്നൊക്കെ പറഞ്ഞ അവനക്ക് ആരിഫിന് ഫോൺ വരാറുണ്ട്. എന്നിട്ടോ അവര് സലാം പറയുന്നതും അവർ അള്ളാന്നുള്ള പേര് ഉച്ചരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം
ഇത് എവിടുത്തെ മൂല്യരാണെന്ന്, അത് ഷാഹിത്തെ മൂല്യരാണെന്നുള്ളത് ഒരു വിധപ്പെട്ടവർക്കൊക്കെ അറിയാം. ഇനി ഞാൻ നിങ്ങൾക്ക് ആരിഫ് ഹുസൈന്റെ ഒരു ഇത് കാണിച്ചു തരാം, ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. അതൊന്നും നിങ്ങൾ കേട്ടോക്കെ. അതിവിടെ വരുന്നുണ്ട് അടുത്തത്. അതെന്താണ്? ഈ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഈ പറയുന്നത്. ഓരോ ഇസ്ലാമിക് ജനറലും ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങൾ. അടുത്തത്, നബിയെ സത്യനിഷേധികളോടും, അതായത് യാ അയ്യുഹൻ നബിയു ജാഹിദുൽ കുഫാറ, ഇതാണ് പറയുന്നത്. ജിഹാദ് ചെയ്യുക. ആർക്കെതിരെ? കാഫിറുകൾക്കെതിരെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ ജിഹാദ്? കപട വിശ്വാസികളോടും സത്യനിഷേധികളോടും സമരം ചെയ്യുക, അവരോട് പരുഷമായിട്ട് പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ. നമ്മളിത് പറയുമ്പോൾ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ എടുത്തോണ്ട് വരുന്ന ഒരു സാധനമാണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ബിരിയാണി തിന്നരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം എന്നാണ് ഇവർ പറയാ. സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചില കണ്ടീഷൻസ് അപ്ലൈ ആണ്. ഇതേ ഇസ്ലാം തന്നെ പറയുന്ന സാധനമാണ്, നിങ്ങളുടെ അയൽവാസി ഒരു കാഫിറാണെന്ന് വിചാരിക്കാം, ആ കാഫിറിന്റെ വീട്ടിലെ വെളിച്ചം അത് നിങ്ങൾക്ക് ഹറാമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാ ചേർന്ന് പോകാണ്ട്? ചേർന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുന്ന അവിടെയാണ് പ്രശ്നം. അതേപോലെ ഓരോ വിഷയം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സാധനമാണ്, നിങ്ങളിങ്ങനെ നടന്നു പോവാണ്, ഒരു മുസ്ലിമാണ്, എതിരെ ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ നടന്നു വരികയാണ്, എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത്? ആർക്കെങ്കിലും പറയോ? നമ്മളെ ക്ലാസ് ഒക്കെ കേട്ട് പഠിച്ച ആളുകൾ സലാം പറയരുത്. അടുത്തത്, വഴി ഇടുക്കി കൊടുക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കേട്ടങ്ങളെ എന്താ അർത്ഥം അല്ലേ? ഇനി ഞാൻ ഇതിന്റെ ഒരു അർത്ഥം പറഞ്ഞുതരാം. എന്തിനാ അറിയോ? ആരെങ്കിലും തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന് ഒരർത്ഥം വെക്കുന്നത്. ആ അർത്ഥം നിങ്ങൾക്ക് ഏത് ഗൂഗിളിലോ ഏത് സൈറ്റിലോ ഏത് ഖുർആനിലോ നിങ്ങൾക്ക് പോയി നോക്കാം. അപ്പം മനസ്സിലാവും ഞാൻ വെച്ച അർത്ഥം എന്താണ്, ആരിഫ് വെച്ച അർത്ഥം എന്താണെന്ന്. ഞാനിപ്പോൾ ഇത് ഇസ്ലാം പഠിപ്പിക്കാൻ വന്നതല്ല. ആരിഫ് ഇതിൽ തെറ്റായിട്ട് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ പലരും, കാരണം എന്താ അറിയോ, മെയിൻ്റെ ആക്കാതെ വിടുക. അവൻ അവിടെ എന്ത് വേണേലും പറഞ്ഞോട്ടെന്ന് ആദ്യഘട്ടങ്ങളിൽ പലരും കൊടുത്തിരുന്നു. പക്ഷേ ഇത് റീച്ച് ആക്കാൻ തുടങ്ങി. മനസ്സിലായോ? അവ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനിങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ എപ്പോഴും ഓൻ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കൽ തുടങ്ങി. ഇത് മുതലെടുക്കുക എന്നുള്ളത് പലർക്കും മനസ്സിലായി. അപ്പൊ മൂല്യന്മാരെന്ത് ചെയ്തു? അവനിക്കുള്ള മറുപടി കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ കൊടുക്കുന്ന ആളുകളുണ്ട്, കുറെ ആളുകളുണ്ട് അവനക്ക് നല്ല ശക്തമായിട്ട് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഈ കൊടുക്കുന്ന ആളുകളില്ലേ, അവർക്ക് ശരിക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇവൻ മനഃപൂർവ്വം തെറ്റിയിട്ടാണ് ഈ അർത്ഥങ്ങൾ പറയുന്നതും അത് വെച്ചിട്ട് അവനക്ക് വീണ്ടും വീണ്ടും പിന്നെ എന്താ പറയാ, എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഇങ്ങനെ തെറ്റിച്ച് പറയുന്നതും. അപ്പൊ അതിന്റെ ശരി മറ്റവര് പറയുന്നു. ആ ശരി കേട്ടിട്ട് അവനൊന്നും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെയല്ല, ഇങ്ങോട്ട് വരും, നമുക്ക് മുഖാമുഖം ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ വേണ്ടി ഓൻ പറയും. എങ്ങനെ? നിങ്ങൾ വരി, അവിടേക്ക് വരി, ഇവിടേക്ക് വരി. അവനെ വിളിച്ചാവും വരൂല. കാരണം അവനക്കറിയാം ഫേസ് ടു ഫേസ് ഒന്നും ഇരുന്നിട്ട് ഒരു മൂല്യന്മാരെ അടുത്ത് മൂല്യരും കാതേരും ഒന്നും വേണ്ട. എന്നെ പോലത്തെ സാധാരണക്കാർ ഒരു പഞ്ചായത്തില് പേരുള്ള ഒരാളുടെ മുമ്പിൽ എനിക്ക് ദീന് പറയാൻ കഴിയും, ഖുർആൻ അർത്ഥം വെക്കാൻ കഴിയൂല. അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ അവ എല്ലാം ഓപ്പോസിറ്റാ പറയുന്നത്. ഞാൻ വിഷയത്തിന് തന്നെ മാറുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു അർത്ഥം വെച്ച് തരാന്ന്. ആ ആയത്ത് ഇപ്പം ഇവിടെ ഓതിയ ആയത്ത് തന്നെയാണ്. അതിന്റെ അർത്ഥം അവൻ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ഇത് രണ്ടിനും തന്നെയാണ് ഞാൻ അർത്ഥം വെക്കാൻ പോണത്. അതൊന്നും നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടുകൊണ്ടു. അവനെ ഓതിയ ആയത്ത് യാ അയ്യുഹൻ നബിയു ജാഹിദുൽ കുഫാറ അല്ലേ, ഇതന്നെയല്ലേ അവനെ ഓതിയത്? അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണോ ഇവിടെ. ഇതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളോ എവിടെ വേണമെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഈ ആയത്തിന് എന്താണ് പറയുന്നത്. അവന്റെ അർത്ഥം വേണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കേട്ടോണ്ടു. ഞാൻ എന്തായാലും ഞാൻ പഠിച്ചതും എനിക്കറിയാവുന്ന അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഈ ഖുർആന്റെ ഓരോ ആയത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? ഓരോ കാലഘട്ടങ്ങൾക്കും ഓരോ സന്ദേശങ്ങൾക്കും വേണ്ടിയിട്ട് ഇറക്കപ്പെട്ടതാണ്. അതായത് ഞങ്ങൾ ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ വെച്ചിട്ടുള്ള ഭൂമിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എന്തിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ഖുർആനിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അതിനെക്കുറിച്ച് അറിയാവുന്ന പോലെ പഠിച്ചിട്ടുള്ള ആളുകളുമാണ്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ഓരോ കാലഘട്ടം എന്ന് പറയാൻ കാരണം എന്താ അറിയോ, യുദ്ധങ്ങളുടെ സമയത്ത് ഇറങ്ങിയ ആയത്ത് അത് ആ യുദ്ധമായിട്ടും ആ യുദ്ധത്തിന്റെ കാര്യങ്ങളുമായിട്ടാണ് പിന്നെ ഉണ്ടാവാറ്. അപ്പൊ ആ ഒരു ആയത്തിൽ അന്നത്തെ ശത്രുക്കളോട് നിന്നിരുന്ന ആ ഒരു നിൽപ്പും പിന്നെ അതുപോലെ അവിടെ നടന്ന യുദ്ധത്തിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്.
പക്ഷെ അത് 2026 വന്ന് നിന്നിട്ട് അവിടെ ആ ഒരു ആയത്ത് ഓതിയിട്ട് മാറ്റി അതിന് ഇന്നത്തെ 2026 ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടവുമായിട്ടുള്ള അർത്ഥം സമർപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഈ നിരീശ്വരവാദികളുടെ വിജയവും അവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണയും മെയിൻ അതാണ്. എങ്കിൽ ഞാൻ ഈ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. അർത്ഥം കേട്ടോ. നബിയെ, അവിശ്വാസികളോടും കപട വിശ്വാസികളോടും മുനാഫിക്കുകളോടും പിന്നെ ശക്തമായി നിലകൊള്ളുക, അവരോട് കഠിനത കാണിക്കുക. പിന്നെ ഇവിടെ അർത്ഥം ജിഹാദി എന്നാൽ സാഹചര്യങ്ങളിലും സത്യം സംരക്ഷിക്കുന്ന ശക്തമായി നിലകൊള്ളുന്ന അർത്ഥത്തിലുമാണ്. ഈ ആയത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. സത്യത്തെ തുറന്നു വെച്ച് എതിർത്തവർ കാഫിർ, പുറമെ വിശ്വാസിയായി നടിച്ച് ഉള്ളിൽ എതിർത്തവർ മുനാഫിക്ക്. മനസ്സിലാക്കണം. അവരുടെ വഞ്ചനയും കള്ളവും സമൂഹത്തിന് വലിയ പ്രശ്നമുണ്ടാക്കിയ കാലം. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത് യുദ്ധം മാത്രമല്ല, സത്യത്തിനായി ഉറച്ചു നിൽക്കുകയും കള്ളത്തെയും വഞ്ചനയും ശക്തമായി എതിർക്കുകയും നീതിയും ശരിയും സംരക്ഷിക്കുക. ഇതിനൊക്കെ അർത്ഥങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. കഠിനത കാണിക്കുക എന്നതിന്റെ അർത്ഥം അന്യായത്തിന് വഴങ്ങരുത്, നിയമവും നീതിയും പാലിച്ച് ദൃഢമായ നിലപാട് സ്വീകരിക്കുക, സമൂഹത്തെ തെറ്റിലേക്ക് നയിക്കുന്ന പ്രവൃത്തി തടയുക. മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആയത്ത് അവിടെ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം ഇതിൽ വേറെ മെൻഷൻ ചെയ്തിരിക്കണു. വളരെ സിമ്പിളായി പറഞ്ഞ, നബിയെ, സത്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ശക്തമായും ഉറച്ച് നിലകൊള്ളുക, കള്ളവും വഞ്ചനയും അനുവദിക്കരുത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇതിന് ഓനെന്താ, ഇതൊക്കെ അന്നത്തെ ആ കാലഘട്ടത്തിൽ അങ്ങനെ നിന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അത് ഓൻ 2026 വന്നിട്ട് ഓൻ അതിന് അർത്ഥം വെക്കുമ്പോൾ 2026 ഇത് കേൾക്കുന്ന ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനികളോ അപ്പൊ ഇത് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഞാനിപ്പോ ഇന്നത്തെ ഒരു വിഷയം ഇവിടെ ഞാനൊരാൾക്ക് കൊടുക്കുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഒരു റിപ്ലൈ കൊടുത്തപ്പോ അത് കുറെ കഴിഞ്ഞിട്ട് പറയാണ് ഷെരീഫ് ഇങ്ങനെ പറഞ്ഞിരിക്കണമെന്ന്. മനസ്സിലായോ? അതായത് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ ഇന്നൊരു വിഷയം ഒരാളോട് സംസാരിച്ചു, അയാളോട് ഞാൻ എതിർത്ത്, അയാളും ഞാനും തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയിൽ അതിന്റെ ശത്രുവാണ്. അപ്പൊ അയാളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ അതിന് ഈ സമയത്ത് കൊടുത്ത ഒരു മറുപടി മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഒരു മറുപടി കൊടുത്തു. ഞാൻ പറഞ്ഞത് ഈ വ്യക്തിക്കുള്ള മറുപടിയാണ്, ഈ വ്യക്തിയോടാ. അത് കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 10 കൊല്ലം കഴിഞ്ഞ ഒരാളിത് കേൾക്കുമ്പോൾ ആ ഷെരീഫ് ഇത് അങ്ങനെ പറഞ്ഞ കുറിച്ച് മോശമാണ് എന്നുള്ളത്. പക്ഷെ ആ ആൾ എന്ത് ചെയ്തു, ആ ആളോട് എന്തിനാണ് ആ മറുപടി പറഞ്ഞതെന്നുള്ളത് പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാ പറയണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം വെച്ചത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ എടുത്തോ. ആരിഫ് പറഞ്ഞതും ഖുർആൻ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമല്ല. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, ഒരു സ്വന്തം ഉമ്മ മരിച്ചിട്ട് അവന് എഴുതിയൊരു വാക്കാണ് ഇപ്പൊ അത്. മനസ്സിലാക്കണം നിങ്ങള്. അത്രയും മനസ്സ് ദുഷിച്ചു പോയൊരു ചങ്ങായിയാണ്. മനസ്സിലായോ? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാമിന്റെ അവിടെ നിൽക്കട്ടെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ അവനെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ പ്രവൃത്തി എത്രത്തോളം മോശമുള്ള കാര്യമായിരിക്കും. അങ്ങനത്തെ ഒരാളുടെ അടുത്ത് എന്ത് സത്യം കണ്ടെത്താനാ നിങ്ങൾക്ക്? അങ്ങനത്തെ ഒരാൾ എന്ത് സത്യം പറയാനാ നിങ്ങളോട്? അപ്പൊ അതുകൊണ്ട് ആരിഫ് ഹുസൈന്റെ കാര്യങ്ങളിൽ ഇപ്പൊ ആർക്കും ഒരു ടെൻഷനോ ബേജാറോ ഇല്ല. അവന് ഈ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് കുറച്ച് സംഖ്യകളെ കൈയടിക്കാനും കിട്ടും. അപ്പൊ അതും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ഇവന്റെ വീഡിയോസ് കണ്ടിട്ട് ഇതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ്. കാരണം ഖുറാനെ കണ്ട് ഓതുന്ന കേട്ടാൽ തോന്നും അർത്ഥം പറയുന്നത് അതിന്റെ അർത്ഥം തന്നെയാണ് എന്നുള്ളത്. ഖുറാനൊന്നും ഓതുക, എന്നിട്ട് ഓനിക്ക് തൊള്ളയിൽ തോന്നിയത് ഓനങ്ങോട്ട് അർത്ഥം വെക്കും ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ എന്തായാലും ഒരു വീഡിയോ ഒക്കെ ചെയ്യണം. വെച്ചാൽ ഓന്റെ വീഡിയോ ഒരു താല്പര്യം ഇല്ലാത്തതാണ്. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതും ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരാളാണ്. അതിലേക്ക് ഓന് മാതാവെന്നോ പിതാവെന്നോ സഹോദരനോ സഹോദരിയെന്നോ ഒന്നുമില്ല. ആരിനെ അവർക്ക് ഇസ്ലാമിന്റെ പേരിൽ അപമാനിക്കാനും പിന്നെ രംഗത്തേക്ക് വലിച്ചിടാൻ കഴിയോ അവരൊക്കെ അവൻ വലിച്ചിടും. അതിനൊന്നും അവനക്ക് മടിയില്ല. അപ്പൊ അവന് നമ്മളുടെ പേരിൽ ഇങ്ങനെ കേറി പോവുക എന്നുള്ളതും ഈ വരുമാനം അങ്ങനെയാണല്ലോ കിട്ടുന്നത്. അപ്പൊ അതിന്റെ പുറകെ ആരും പോയിട്ട് വെറുതെ റിപ്ലൈ കൊടുക്കാനൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കിയപ്പോ ഉണ്ട് എന്റെ ഫോളോവേഴ്സിലെ 35 ആളുകൾ അവന്റെ പേജ് ഫോളോ ചെയ്തിരിക്കുന്നു. ആ 35 പേര് ഇന്ന് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അൺഫോളോ ചെയ്യും. അത് ഒന്നും കൊണ്ടല്ല, ഇതൊക്കെ കേൾക്കാനും
ഇതൊക്കെ അവന്റെ കേൾക്കുന്നത് മാത്രമല്ല, അവനെ ഫോളോ ചെയ്തിക്കണു. ഇതൊക്കെയാണ് അവന്റെ വിജയം. ഇവരവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഫോളോ ചെയ്തിക്കണത്. അതും എനിക്കറിയാം. ഇപ്പൊ എന്താ പറയുന്നത്, അടുത്തത് എന്താ പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു ആകാംക്ഷ. അതാണ് പല എന്താ പറയാ ഈ ഇസ്ലാം വിരോധികളെയും പിന്നെ അല്ലാതെ ഇസ്ലാമിനെ പറഞ്ഞിട്ട് മറ്റേ ഫേമസ് ആയി നിൽക്കുന്നവരുടെ ഒക്കെ അവസ്ഥ തന്നെ. ഈ പറയുന്നത് ഇങ്ങനെ കേൾക്കാനുള്ള ഒരു ആകാംക്ഷ, എന്താണ് അടുത്തതെന്ന് അതിനു വേണ്ടിയിട്ട്. അപ്പം എന്നാ ഓക്കെ, കാണാം.